ഹലോ, നമുക്കിന്നത്തെ ഉച്ചയൂണൊന്ന് കണ്ടു നോക്കാമേ. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യം ചോറിനുള്ള അരി തിളപ്പിച്ച റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് കറി വെക്കാൻ കിട്ടിയത് നല്ല ഫ്രഷ് നെത്തോലിയാണ്. അതും വലിയൊരു ചട്ടി നിറയെ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്നതാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ നടുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അങ്ങനെ നിന്നും ഇരുന്നും ഒക്കെ എല്ലാം ഒരു വിധത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ മീനൊന്നും ഞാൻ ഇന്ന് എടുക്കുന്നില്ല. പിന്നെ വറുക്കാനായിട്ട് കുറച്ചധികം എടുക്കുന്നുണ്ട്, കറിക്ക് ഒരു അല്പം എടുക്കുന്നുണ്ട്, ബാക്കിയുള്ളത് ഫ്രീസറിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ വറുക്കാനുള്ള മീനിലേക്ക് മസാല തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അടുത്ത മീനിന്റെ വരവ്. ഇതെന്താണപ്പാ, മീനിന്റെ ചാകരയോ? ഇതെന്റെ ബ്രദർ വിഴിഞ്ഞത്തുനിന്ന് കൊണ്ടുവന്ന മീനാണ്. നിറയെ മുള്ളൊക്കെ ഉള്ള ഒരു മീനാണ് കേട്ടോ. കീരിമീനാണെന്ന് തോന്നുന്നു, പക്ഷെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ ഈ മീൻ എന്തായാലും ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല. ഇത് ക്ലീൻ ചെയ്യുമ്പോഴേക്കും എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ. ഒരു 7-8 മീനെടുത്ത് ഞാൻ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒരു പാത്രത്തിലാക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഫ്രീസറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നാളെ ക്ലീൻ ചെയ്യാം. പിന്നെ ഞാനിന്ന് തേങ്ങ അരച്ച് എരിവ് കുറച്ചിട്ടാണ് കേട്ടോ മീൻകറി ഉണ്ടാക്കുന്നത്. ട്രിവാൻഡ്രത്ത് കൂടുതൽ ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും മീൻകറി ഉണ്ടാക്കുന്നത് അല്ലേ? ആണോ? ആയിരിക്കാം. ചെറിയ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, കുറച്ച് പുളി, ചെറിയുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് കേട്ടോ ഇത്. അത് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറും മീൻ കറിയും മീൻ വറുത്തതും ക്യാബേജ് തോരനും കുറച്ച് അച്ചാറും കൂടെ കൂട്ടി ഞാൻ പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ല മീൻ വറുത്തം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ് അത് തരാൻ മറക്കരുത്.